സപ്പോർട്ടിങ് 8 വീരാടെ ഇപ്പൊ എന്തൊരു ചിന്നാടന്റെ കാലാപ്പനിയാകും കാണാത്ത പോലെ പോണേ കേട്ടില്ലായിരുന്നു. ഞാൻ ട്രിവാൻഡ്രം പോവുകയാണ്. അതിന് രാവിലെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുക. എന്താ ആക്ച്വലി ഞാൻ ചെന്നൈയിലാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ട്രിവാൻഡ്രം പോകണം. അതെന്താണെന്ന് ഞാൻ അവിടെ ചോദിക്കാം. ഇവിടത്തെ പറ്റി ചോദിക്കാനാണെങ്കിൽ മണ്ണാറശാല അമ്പലം അറിയാമോ നിങ്ങൾക്ക്? മണ്ണാറശാല അമ്പലം പോകാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അതാണ് ഹരിപ്പാട്. ഓക്കെ, ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നതാണ്. ഇവിടെ ഫെയർ സലൂൺ ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. മഷ്റൂം പോലെയുള്ളതാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് അരവിന്ദ്. ഇവനെ കാണാനും കൂടെ വേണ്ടിയാണ് ഞാൻ ട്രിവാൻഡ്രം പോയത്. അവനാണ് കട്ട പോസ്റ്റ്. ഇപ്പം ഞാനൊരു മെസ്സേജ് അയച്ചപ്പോൾ റിയാക്ഷൻ കാണാവേ. ഇങ്ങോട്ട് നോക്കി വെട്ടി ഇങ്ങനെയുണ്ട്. ഇതാണ് സലൂൺ. കാട്ടിൽ പോയി നിന്നിട്ട് വരുന്ന മരമാക്രി നടന്നു വരുന്ന നോക്കുന്നു. യൂട്യൂബ് വീഡിയോ. ഹായ് വരസേ, ഹായ്. ഇത് ഞങ്ങളുടെ കോളേജിന്റെ റോഡാണ്. കോളേജിൽ നിന്ന് തിരിച്ചു പോകുന്ന റോഡാണ്. കോളേജിലോട്ട് പോകുന്ന റോഡ് ഇത് തന്നെ. നീ അങ്ങ് തിരിച്ചല്ലേ പോണം? ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾ കോളേജിൽ പോകണമെങ്കിൽ ഈ റോഡിൽ നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്, ഓപ്പോസിറ്റ് വഴി. ഈ വഴിയുടെ പേരാണ് PMG, അല്ല ജംഗ്ഷന്റെ പേര് PMG. ഇതോ ആ കാണുന്നത് മസ്കറ്റ് ഹോട്ടൽ. ഇത് സൂം ചെയ്ത് കാണിക്കാം. ഇത് അതുകൂടെ പറ. ഇതിനകത്ത് ഒമ്മതിക്കരുത് നീ. ഗൈസ്, ഈ സദ്യ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു സദ്യയാണ്. അതും ട്രിവാൻഡ്രം സദ്യ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. സൂപ്പർ. എങ്ങനുണ്ട് സദ്യ? എങ്ങനുണ്ട് ട്രിവാൻഡ്രം സദ്യ? ട്രിവാൻഡ്രം സദ്യയാണ് സദ്യ. കാരണം ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് മാത്രമേ സദ്യ വെച്ചിട്ടുള്ളൂ. വൃത്തിയായിട്ടവൻ. ലോകപരിചയം ഇല്ലെന്നേ. എനിക്ക് ലോകപരിചയം ഉണ്ട്, പക്ഷെ എന്നാലും ഇത് അടിപൊളി സദ്യ. ഉലുവനീര് ഹാഫ് ക്ലച്ച് ഇടാൻ അറിയത്തില്ല. ആരോ ഒരാൾ വണ്ടി ഓടിച്ചു പോകാൻ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങ് പറയുക വൃത്തിയായിട്ടവന്മാര്. നീയുണ്ട്. നിന്റെയൊക്കെ മുഖം ഞാൻ വലിച്ചു കീറും. ആൾക്കാരെല്ലാരും കാണണം. പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ? പറ. പെണ്ണുങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയാന്നുള്ളത്. കാരണം നമ്മള് കൊച്ചിലാവുമ്പോഴേ പെൺകുട്ടികൾക്കല്ലേ മറ്റേ ടയറുള്ള കോഴിയെ കൊടുക്കുന്നത്. അത് ഓടിച്ച് കളിക്കണ കണ്ടാലേ അറിയാം. പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടിക്കാൻ അറിയാന്നുള്ളത്. സത്യമായിട്ടും അതുപോലെ അവരുടെ സൈക്കിളിന് 4 വീല് വരെ ഉണ്ട്. 2 വീലും പിന്നെ അതിൻ്റെ കൂടെ 2 സപ്പോർട്ടിങ്ങും. അപ്പൊ നിങ്ങളുടെ സൈക്കിളിന് സപ്പോർട്ട് വീൽ ഇല്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. ലേഡി ബേർഡിനെ ഉള്ളൂ, ഹെർക്കുലീസിനും സൈക്കിളൊന്നും ഇല്ല. ലേഡി ബേർഡിന്റെ ഫ്രണ്ടിലും ബാക്കിലും 2 സപ്പോർട്ടിങ് 8 വീലാടെ. ഇപ്പൊ എന്തൊരു ചിന്നാടന്റെ കാലാപ്പനിയാ കൊണ്ടുപോണോ? അതൊരു ലുലു മോളിന്റെ പാർക്കിങ്ങിലാണ്. വളച്ചെടുക്കാം, ഡോർ ഓപ്പൺ.
എന്താ മോനെ ഒന്നൂടെ തുടങ്ങാം അപ്പുറത്തൊക്കെ ഇതാണ് നമ്മുടെ ലുലു മോൾ എൻട്രൻസ്. കുഴപ്പമില്ല, റെഫറൻസ് എല്ലാം മനസ്സിലായി സാധനത്തിന്. പക്ഷെ എനിക്ക് അതിന്റെ ഒരു ബേസിലാണ് ഇഷ്ടപ്പെടാത്തത്. ബേസിലല്ലേ കുറെ കാര്യങ്ങൾ അതില് ടൊവിനോന്റെ വേഷം കുറച്ചുകൂടെ വേണ്ട വിധം ഉപയോഗിച്ചില്ല. വേണ്ട വിധം ഉപയോഗിച്ചില്ല, അതാണ് സത്യം. ടൊവിനോനെ യൂസ് ചെയ്യണം, ഇവ യൂസ് ചെയ്യുന്നതാണ്. ആ റീമ കല്ലിങ്കലിന്റെ ഇൻഡസ്ട്രിയിൽ ആകെ ഉപയോഗിച്ച ഒരേ ഒരു ഡയറക്ടർ മാത്രം പൃഥ്വിരാജ്. അല്ല ആഷിക് കപൂർ. കാണാത്ത പോലെ പോണേ. എന്താണ് ഹെൽപ്പാറ്റത് അത് കുഴപ്പമില്ല, വീഡിയോയിൽ ഓടിയത് സുഖം. എന്ത് പറ്റൂ? വെള്ളം ഒഴുകുമെന്ന് നിങ്ങൾ അതിനല്ലേ ചിരിച്ചേ? ഞാൻ എന്റെ കോമഡിക്ക് ചിരിച്ചേ. കേട്ടില്ലായിരുന്നു. കെൽപാറ്റ്, അയ്യോ കെൽപാറ്റ്, ഗോബു, മട്ടൻ. പിന്നെ നമ്മള് കോഫി, കെൽപ്പാറ്റ് കോഫി വാങ്ങിച്ചു. പിന്നെ എന്തൊക്കെ കഴിക്കാൻ വാങ്ങിച്ചു. അരവിന്ദ് യോഗിന് ഫ്രീ ആണോ? അവൻ കുറെ പേര്, ആശി കുറെ പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ മാസായിരുന്നാ? ഞാൻ നടക്കൂടെ വരുന്നത്, നിങ്ങൾ ആദ്യം വരണ്ടേ? അത് ശരിയായില്ല. ടൈമിംഗ് നീ ഇപ്പൊ വരല്ലേ? ബാക്കി നിൽക്കണം. ഞാൻ വന്നു കഴിഞ്ഞാൽ വരാം അവളോട്. ഓക്കെ അയ്യോടാ, ഞാൻ തെറ്റിച്ച് എനിക്ക് സ്ഥലം ഇല്ലാതായി പോയി. സ്ഥലം ഇല്ലാതായി കഴക്കൂട്ടം കിട്ടുന്ന രീതിയിൽ എടുത്താലോ? അവതാരം പറയാ. അല്ല കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ബൈ.